സഹോദരങ്ങളെ, എൻ്റെ മനസ്സിൽ ഈ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചപ്പോൾ ഈ എനിക്കൊരു സന്ദേശം തരണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് സന്ദേശം തന്നെയാണ്. അത് പരിശുദ്ധാത്മാവെന്നാണെന്ന് വിശ്വസിച്ച് ഞാൻ നിങ്ങളോട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പങ്കുവയ്ക്കാം. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന കാര്യം, പരിശുദ്ധ അമ്മയോട് കൂട്ടുകൂടിയാൽ, അമ്മയോട് ചേർന്ന് നിന്നാൽ, അല്ലെങ്കിൽ അമ്മയുടെ ഭക്തി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് മാറ്റം വരുത്തും. ഇത് എനിക്ക് മനസ്സിലാകുന്ന അനുസരിച്ച് ഈ ഗ്രൂപ്പ് ഇത്തിരി കൂടി ഉയർന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുന്നത്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമുക്കൊരു ഭൗതികമായ ആവശ്യം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുക, അല്ലെങ്കിൽ ഒരു വിദേശത്ത് പോവുക, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ ഒരു ബാധ്യത പരിഹരിക്കപ്പെടുക, അല്ലെങ്കിൽ കല്യാണം നടക്കുക, ഇതെല്ലാം ആവശ്യമാണ്, ഒന്നുമല്ലെന്ന് പറയണം. പക്ഷെ എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ഇത്തിരി കൂടി ഉയർന്ന് ചിന്തിക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു മേഖലയിൽ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് സ്വഭാവത്തിന് മാറ്റം വന്നവർ, വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നവര്, അല്ലെങ്കിൽ അടിമുടി ആള് മാറിപ്പോയവര്, അങ്ങനെയുള്ള ചില വ്യക്തി ജീവിതങ്ങളിൽ നമ്മളെടുത്ത് ഉദാഹരണമായിട്ടെടുത്ത് വിശുദ്ധരെ എടുത്ത് അതിലൂടെ ചിന്തിച്ച് പരിശുദ്ധ അമ്മയെ അതുപോലെ നമുക്കൊന്ന് സ്നേഹിക്കാനും അനുകരിക്കാനും ഒക്കെ പറ്റുമെന്ന് നമ്മൾ പരിശ്രമിക്കാം. ഇത് ഞാൻ ഉൾപ്പെടെ നമ്മൾ പരിശ്രമിക്കുന്ന കാര്യമാണ്. നമ്മളാരും പരിശുദ്ധ അമ്മയെ പോലെ അമ്മയുടെ സ്വഭാവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പലരും കാണുമായിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ആയിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ആയിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിലേക്കൊക്കെ വളരാനായിട്ട് നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാൻ, ചിന്തിക്കാം. ഈ ഒരു സമയത്ത് ചില പരിശുദ്ധ അമ്മയുടെ ചില സ്വഭാവത്തിലെ പ്രത്യേകതകൾ, പരിശുദ്ധ അമ്മയിലെ ചില വിശുദ്ധികൾ, ചില പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പകർത്താനായിട്ട് നമ്മൾ ഈ സമയം പരിശ്രമിക്കാം. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം നമ്മൾ ആദ്യം ഒന്ന് എടുക്കുകയാണ്. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയത്തിന്റെ ഫിയാത്ത്, പരിശുദ്ധ അമ്മയുടെ ആമേൻ ആണ് നമ്മൾ ആദ്യം ധ്യാനിക്കുക. പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ടും ആമേൻ പറഞ്ഞു. ഇനി ഇതുപോലെ ജീവിച്ച ഒരാളെ നമ്മുടെ അടുത്ത് ധ്യാനിക്കുകയാണ്. ഇത് പരിശുദ്ധമ്മയുടെ വലിയ കൂട്ടുകാരിയായി തീർന്നവൾ, പരിശുദ്ധമ്മയുടെ സ്വന്തം ഭരണതീത്തയാണ്. ലൂർദിലെ വിശുദ്ധ ഭരണതീത്തനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവളുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചിട്ടുണ്ടോ? നമ്മൾ കുറച്ചുപേരൊക്കെ ധ്യാനിച്ചിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം ഭരണതീത്തനെ കുറിച്ച്. 14 വയസ്സുള്ളപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ മെസ്സഞ്ചറായിട്ട്, ഒരു സന്ദേശവാഹകയായിട്ട് അവൾ തിരഞ്ഞെടുക്കപ്പെടുക. ആ സമയം മുതൽ അവളുടെ ജീവിതം മാറിയത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരു സാധാരണ കുടുംബത്തില് നിങ്ങൾ ആരെങ്കിലും കുറച്ചുപേരൊക്കെ ചിലരൊക്കെ ലൂർദിൽ പോയിട്ടുണ്ടാവാം, എന്ന് കേട്ടിട്ടുണ്ടാവാം. അപ്പൊ അവിടെ ലൂർദിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഒരു സാധാരണ വീടാണ്. ഇന്നും ആ വീട് അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു പാവപ്പെട്ട ഒരാളുടെ ഒരു വിറക് വറുക്കുക, അല്ലെങ്കിൽ ഇവള് വിറക് ശേഖരിക്കാനൊക്കെ പോയതാണല്ലോ. അപ്പൊ ആ സമയങ്ങളിലാണ് ഇവൾ ആ സ്ഥലത്ത് ചെല്ലുന്ന, പരിശുദ്ധമ്മയുടെ ഗ്രോട്ടോയുടെ അടുത്തൊക്കെ ചെല്ലുന്നതൊക്കെ നമുക്കറിയാം. അപ്പം ഒരു സാധാരണ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ്, 14 വയസ്സേ ഉള്ളൂ, ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പൊ ഈ കണ്ട കാര്യം, പരിശുദ്ധ അമ്മയെ കണ്ടവൾക്ക് ആദ്യം മനസ്സിലായി പോലില്ല. എങ്കിലും അവള് ആ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം സ്വീകരിച്ച് പരിശുദ്ധ അമ്മയുടെ സന്ദേശവാഹകയാകണമെന്ന് പറഞ്ഞു. അമ്മ പറയുന്ന കാര്യങ്ങൾ എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞു. ഈ 18 തവണ പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങൾ, അപ്പരീഷൻസ് അവർക്ക് കിട്ടി. ഈ 18 തവണ കിട്ടിയ അപ്പരീഷൻസ് ഒന്നും അവളെ ഒരുപാട് വലിയൊരു പേഴ്സണൽ ഗ്ലോറിയിലേക്കൊന്നും കൊണ്ടുപോയില്ല. അവള് അതിന്റെ പേരില് ഒരു മഹത്വം എടുക്കാനോ ഒന്നും പരിശ്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. മറിച്ച് അവള് വളരെ എളിമയോടുകൂടി ഒരു കോൺവെന്റിലേക്ക് പിൻവാങ്ങുകയാണ്. അത് മിണ്ടാമണ്ഡലത്തിലേക്ക് പോവുകയാണ്. ആ കോൺവെന്റിന്റെ പേര് തന്നെ നമുക്കറിയാം, ചാരിറ്റി ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി നെവേഴ്സ്, ഒന്നുമില്ലായ്മയുടെ ചാരിറ്റി ഒരു കോൺഗ്രിഗേഷനിൽ ചേർന്ന് മിണ്ടാമഠത്തിൽ ജീവിച്ച് പിന്നീട് ഒരിക്കലും ഭരണതീത്ത ലൂർദിലേക്ക് വന്നിട്ടില്ല. പലപ്പോഴും അവൾ ക്ഷണിച്ചതൊക്കെ ആയിട്ടാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. പക്ഷെ പിന്നീട് ഒരിക്കലും ഭരണതീത്ത ലൂർദിലേക്ക് വന്നില്ല. പരിശുദ്ധ അമ്മയ്ക്ക് അവളെ വഴിമാറി കൊടുക്കുകയാണ്. അവളുടെ ജീവിതവും അവള് ആ ഒരു നിത്യസത്യത്തെ കണ്ട ശേഷം പിന്നെ ഭരണതീത്തയ്ക്ക് ലോകത്തിൻ്റെതായ മോഹങ്ങളൊന്നുമില്ല. അവൾ ഒരിടത്തും വലുതാവണമെന്ന് ചിന്തിക്കുന്നില്ല, ആരുടെ മുമ്പില് ആളാവണമെന്ന് ചിന്തിക്കുന്നില്ല. അങ്ങനെ ലോകത്തിൻ്റെതെല്ലാം ഉപേക്ഷിച്ച് അവള് പിന്മാറുകയാണ്. പിന്നെ ഭരണതീത്തയുടെ ജീവിതം പരിശോധിച്ച് കാണാൻ പറ്റും, ക്രോണിക് ആസ്മ അവൾക്ക് ബാധിക്കുന്നുണ്ട്, പിന്നീട് ബോൺ TB ബാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജീവിതം മുഴുവൻ ഒരു പീഡകളുടെ കാലമായിരുന്നു. പക്ഷെ അവിടെ ഒന്നും അവളുടെ വിശ്വാസ ജീവിതത്തിൽ ചലഞ്ച് ചെയ്യപ്പെടുന്നില്ല. എല്ലായിടത്തും ആമേൻ പറയുന്ന ഒരു ഭരണതീത്ത, പരിശുദ്ധ അമ്മയെ പോലെ ആമേൻ പറയുന്ന ഒരു ഭരണതീത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജീവിതം മുഴുവൻ എല്ലാ പബ്ലിക് ലൈഫിൽ നിന്ന് തന്നെ അവൾ പിന്മാറി.
അങ്ങനെ ഒരു 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 ഭൗതികമായ ഒരു കാര്യം ആഗ്രഹിക്കാനായിട്ട് പിന്നെ ഭരണതീയത്തിക്ക് സാധിക്കുന്നില്ല. പരിശുദ്ധ അമ്മയുടെ സന്ദേശവാഹക എന്നാണ് അവൾ സ്വന്തമായിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇന്നാണെങ്കിൽ നിങ്ങൾ ചെന്ന ലൂർദിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും, കണ്ടിട്ടുള്ളവർക്ക് കേട്ടിട്ടുള്ള ഭരണതീയത്തിന്റെ കബറിടം നമുക്ക് അവിടെ കാണാൻ കിട്ടുക. കാരണം ഭരണതീയത്തെ അടക്കിയിരിക്കുന്നത് അവിടെ അല്ല. ഭരണതീയത്തെ മരിച്ച് അടക്കപ്പെട്ടത് അവളുടെ മഠത്തിൽ തന്നെയാണ്, അവിടെ തന്നെയാണ് അടക്കിയത്. കാരണം എല്ലാവരും ആഗ്രഹിക്കുകയല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ഒരു അടക്കമൊക്കെ കിട്ടും. പക്ഷെ അവൾ അതിന്റെ വിൽപ്പത്രത്തിൽ അവൾ പറഞ്ഞു അവളെ അവിടെ അടക്കരുത്. കാരണം അങ്ങനെ പോലും ഒരു മരണശേഷം പോലും ഒരു മഹത്വം ആഗ്രഹിക്കാതെ അവള് കടന്നു പോവുകയാണ്. അപ്പൊ അത്രയേറെ എളിമ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഹ്യൂമിലിറ്റി കടന്നു വരുന്നത് കാണാനായിട്ട് സാധിക്കും. ആമേൻ പറയാനായിട്ട് അവൾക്ക് സാധിക്കുന്നു. അനുസരണത്തിന് കീഴടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം ഒരു സാധാരണ കന്യാസ്ത്രീയായിട്ട് അവൾ ജീവിച്ചു, ഒരിക്കലും സുപീരിയറുമായിട്ടില്ല. സാധാരണ ശുശ്രൂഷകൾ ചെയ്ത് ഒരാളുടെ കീഴിൽ നിന്ന് ഒബീഡിയൻസ് ആണ്. വേണമെങ്കിൽ അവൾക്ക് ആ മഠത്തിന്റെ സുപ്പീരിയർ ഒക്കെ ആകാൻ പറ്റും പരിശ്രമിച്ചു കഴിഞ്ഞു. പക്ഷെ അതിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. മറിച്ച് ദൈവത്തിന്റെ പദ്ധതികളോട് സഹകരിക്കണം എന്നുള്ള ആഗ്രഹം മാത്രം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് തക്ക വിധത്തിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഉയർച്ച കാണുന്നില്ല എന്നുള്ളതിൽ അസ്വസ്ഥപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ ചിലപ്പോൾ സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്. പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ ജപമാല ചെല്ലുന്നതനുസരിച്ച് ഭൗതിക ജീവിതത്തിൽ ഉയർച്ച കാണുന്നില്ല. അപ്പോൾ അതിൽ അസ്വസ്ഥപ്പെടുന്നു, അല്ലെങ്കിൽ സ്ഥാനക്കയറ്റങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആളുകൾ നമ്മളെ അംഗീകരിക്കുന്നില്ല. ഇനി ആത്മീയ മേഖലയിലാണെങ്കിൽ പോലും ശരിക്കും ഭരണതീയത്തിന്റെ ജീവിതത്തിൽ ഈ ആത്മീയ ഇഷ്ടങ്ങൾ പോലും ഇല്ലാതാകുന്ന കാണാനായിട്ട് സാധിക്കും. ആത്മീയ മേഖലയിൽ പോലും വളരണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധിയിൽ വളരണമെന്നല്ല, ആത്മീയമായ സ്ഥാനങ്ങൾ പോലും അത് സുപ്പീരിയർ ആവണമെന്നോ ഇല്ലെങ്കിൽ ഒരു അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാമല്ലോ, അങ്ങനെ ഒരാൾ നേതൃത്വത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കോൺഗ്രിഗേഷൻ തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടേക്കാം. ഇപ്പം ഈ ഉള്ള ഭരണതീയത്തെ ചേർന്ന കോൺഗ്രിഗേഷൻ വിശുദ്ധീകരിക്കാനായിട്ട് അവർക്ക് പറ്റിയല്ലായിരുന്നു, പറ്റാമായിരുന്നു. പക്ഷേ അത് അവിടെ കൂടെ നടക്കേണ്ട കാര്യമല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ചിലപ്പോ ചിലരെയൊക്കെ ചില നല്ല പ്രഘോഷകരില്ലേ, പ്രസംഗകരെയൊക്കെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കും. അവർ ചിലപ്പോൾ പിന്മാറുന്ന കാണാനായിട്ട് സാധിക്കില്ല, അവർ പിന്മാറേണ്ടതായിട്ട് വരും. ഓരോരുത്തർക്കും ഓരോ വിളികളാണ്. അപ്പം ഈ പരിശുദ്ധമ്മയെ കണ്ട് നമ്മൾ പഠിക്കേണ്ടത് ഒരു കാര്യം, പരിശുദ്ധമ്മയ്ക്കുള്ള വിളിയാണ് അമ്മ സ്വീകരിച്ചത്. ആ എല്ലാ കാര്യങ്ങളും ഈശോയുടെ ജീവിതമാണെങ്കിൽ പോലും ഈശോ അന്ന് കണ്ട എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിയിട്ടില്ല. ഈശോ കടന്നുപോയപ്പം ഈശോ സുഖപ്പെടുത്തേണ്ടിയിരുന്ന വ്യക്തികളെ മാത്രം സുഖപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാവരുടെയും കാര്യങ്ങൾ ഈശോ ഇടപെട്ടിട്ടില്ല. അപ്പൊ നമ്മുടെ ജീവിതം നമുക്ക് നോക്കേണ്ടത് ഈ ഇതിനോടൊന്ന് ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഹ്യൂമിലിറ്റി, ഈ ഒരു എളിമയും ഈ ഒരു അനുസരണവും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ചോദിക്കാം. ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ മുതൽ നമുക്ക് ഇതിനു വേണ്ടി കൂടി പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങൾ എന്നിലിരിക്കുന്ന പകരം എനിക്ക് സ്ഥാനത്തിനോടുള്ള മോഹമുണ്ടോ, ഇല്ലെങ്കിൽ എനിക്ക് ഉയർച്ചയോടുള്ള മോഹമുണ്ടോ, ഭൗതികമായ ഇഷ്ടങ്ങളാണ് എൻ്റെ ഈ ഭക്തിക്ക് പിന്നിൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അമ്മ മാതാവേ, എനിക്ക് ഒരു എളിമ തരണേ, എനിക്ക് നന്നായിട്ട് അനുസരിക്കാനുള്ള കൃപ തരണേ. ഇത് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. ഇനി ഇതുപോലെ തന്നെ ജീവിതം മാറ്റിമറിച്ച പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം ജീവിതം മാറ്റിമറിച്ച 2 കുട്ടികളുണ്ട്. അതിലൊരാൾ കുട്ടിയല്ലാത്ത 3 കുട്ടികളുണ്ട്. അവര് ഫാത്തിമയിലെ കുട്ടികളാണ്. അവര് ഫ്രാൻസിസ്, ലൂസി, ജസീന്ത. അവരുടെ ജീവിതം പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ട് അടിമുടി മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധമ്മയെ കണ്ടുമുട്ടിയ അവര് ജീവിതത്തിൽ കംപ്ലീറ്റ് ചേഞ്ച് ആവുകയാണ്. പിന്നെ ജസീന്ത 7 വയസ്സുള്ള കുട്ടിയാണ് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം കിട്ടുമ്പോൾ. അപ്പൊ അവള് 7 വയസ്സുള്ള ഒരു കുട്ടി, നമുക്കറിയാം നമ്മുടെ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം അവള് പരിഹാര ജീവിതത്തിലേക്ക് മാറുകയാണ്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പൊ അവളുടെ ജീവിതത്തിൽ ചെറിയ ഇഷ്ടങ്ങൾ പോലും, അവൾക്ക് പാലിഷ്ടമല്ല, പക്ഷെ അവള് ഒരു രോഗിയായിട്ട് കിടക്കുമ്പോൾ, രോഗം ബാധിച്ച് കിടക്കുക, മരണാസന്നയായി കിടക്കുമ്പോഴും അവള് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പാല് കുടിക്കുകയാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുന്തിരിയായിരുന്നു. അപ്പൊ അത് അവളുടെ അമ്മയ്ക്ക് അറിയാം. അപ്പൊ അത് ഈ ജസീന്തയുടെ അടുത്ത് കൊണ്ടേ വെക്കുന്നുണ്ട്, അവള് കഴിക്കട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷെ അവളത് മാറ്റി വെച്ചിട്ട് പാല് മുഴുവൻ കുടിച്ചു, എന്നിട്ട് മുന്തിരി കഴിക്കാതിരുന്നു. അപ്പം ഈ ലൂസിക്ക് അറിയാത്, ലൂസി അവളെ സന്ദർശിക്കുന്നു. ലൂസി നമുക്കറിയാം സിസ്റ്ററൊക്കെ ആയി, പിന്നീടാണ് ഈ അടുത്ത കാലങ്ങളിലാണ് മരിച്ചത്. അപ്പൊ ലൂസി വിശുദ്ധയായി ആയിട്ട് വരുന്നതോ ഒരു ഭാവി കാലങ്ങളിൽ വിശുദ്ധയാകുമെന്ന് പ്രതീക്ഷിക്കാം. ഫ്രാൻസിസും ജസീന്തയാണ് ചെറുപ്പത്തിലെ മരിച്ചു പോയത്, 9 വയസ്സൊക്കെ ഉള്ളപ്പോൾ അവര് മരിച്ചു. അപ്പം ഈ ലൂസി ഇവളെ കാണാൻ വരുമ്പം ലൂസി ഇവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാ ഈ മുന്തിരി കഴിക്കാതെ?
നിനക്ക് എങ്ങനെ പാല് കുടിക്കാം? അപ്പൊ അവള് പറയാണ്, എനിക്ക് അത് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാനത് എനിക്ക് ഇഷ്ടമില്ലാത്ത പാല് ഞാൻ കുടിച്ചതാണ്, ഇഷ്ടമുള്ള മുന്തിരിങ്ങ ഞാൻ കഴിക്കാതിരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരാളുടെ ജീവിതം മാറ്റണമെങ്കിൽ, ഒരു 2ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിന്റെ ജീവിതം മാറണമെങ്കിൽ അത് പരിശുദ്ധമ്മയെ കണ്ടുമുട്ടിയതാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഞാൻ ഉൾപ്പെടെ നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മുടെ ജീവിതത്തില് വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് ഇല്ലെങ്കിൽ അതിന് കാരണം നമുക്ക് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയോട് ഒരു കൂട്ടുകൂടിയിട്ടുണ്ടോ? നമ്മൾ ജപമാല ചെല്ലുന്നുണ്ടാവാം. പലപ്പോഴും നമ്മുടെ ജപമാലകള് ഇത്ര ജപമാല ചൊല്ലി എന്ന് പറയാൻ വേണ്ടിയുള്ള ജപമാലകളാണോ? നമ്മൾ ആത്മശോധന ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഉൾപ്പെടെ, ഞാൻ പറയുന്നത് ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ട് പറയുന്നതല്ല, ഞാനിത് ചെയ്യാറുള്ളത് കൊണ്ട് പറയുന്നതല്ല, മറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്, നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയാണ്. ഓരോ അവസരങ്ങളാണ് ഇപ്പൊ ഈ ക്ലാസ് എടുക്കാനായിട്ട് ഈ അവസരം കിട്ടിയത് തന്നെ പരിശുദ്ധ അമ്മ തന്ന ഒരു സമ്മാനമാണ്. കാരണം നമ്മളെ ഓരോ അവസരങ്ങളിലും പരിശുദ്ധ അമ്മ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ചിന്തിച്ചത്. അപ്പൊ ഈ ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് തന്നെ അപ്പൊ ഇത് എന്നെ ഉൾപ്പെടെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഇത് പരിശോധിക്കാം. ഫാത്തിമയിലെ കുട്ടികൾ, ഇപ്പൊ ഞാൻ ആദ്യകാലത്തൊന്നും ഇവരെ കുറിച്ച് അറിഞ്ഞില്ല. എനിക്ക് അവരെ കുറിച്ച് അങ്ങനെ ഞാൻ 2017 ഫാത്തിമയിൽ പോകാനായിട്ട് അവസരം കിട്ടി. പക്ഷെ അന്ന് ഞാൻ ഈ കുട്ടികളെ കുറിച്ച് വായിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അവർക്ക് പ്രതിഷ്ഠീകരണം കിട്ടി, അതുകൊണ്ട് അവരെ വിശുദ്ധരാക്കിയെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ തിരിച്ചു വന്നു 2019-ലാണ് ശരിക്കും ഫാത്തിമയുടെ 100ാം വാർഷിക ആഘോഷിച്ച സമയത്താണ് ശരിക്കും ഞാൻ അവരെ കുറിച്ച് വായിക്കുന്നത്. അവരെ കുറിച്ച് വായിച്ചാൽ നമുക്ക് കണ്ണു നിറയും പറയുമ്പോൾ. അത്രയേറെ ഈടുള്ള ജീവിതമായിരുന്നു ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം. ഒരു കുഞ്ഞുങ്ങളുടെ സാധാരണ ഒരു പക്വത ഇല്ലാത്തില്ലെങ്കിൽ ഒരു നന്മതിന്മകൾ തിരിച്ചറിയാൻ പ്രായമാകാത്ത ഒരു കുഞ്ഞുങ്ങളുടെ ജീവിതമൊന്നും ആയിരുന്നില്ല അവരുടെ. അവർക്ക് ശരിക്കും നന്മതിന്മകൾ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു പ്രായത്തിലേക്ക്, പക്വതയിലേക്ക് പരിശുദ്ധ അമ്മ അവരെ വളർത്തി. അതുകൊണ്ട് ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല. നാം അമ്മയോട് പ്രാർത്ഥിക്കണം. അമ്മയുടെ ആ ഒരു സ്ഥിരത നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയോട് നമ്മൾ ചോദിക്കണം. നമ്മൾ അമ്മയെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ ആ അമ്മയുടെ ഗുണങ്ങൾ നമ്മളിലേക്ക് പകരപ്പെടും. അത് നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവർക്കും ഒക്കെ മാതൃകയായിട്ട് മാറും. സഭ എല്ലാ പരീക്ഷൻസിനെ കുറിച്ചും നന്നായിട്ട് വിശദമായിട്ട് പഠിക്കാറുണ്ട്. സഭ ഒരാളെയും വെറുതെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കില്ല. ഇപ്പൊ നമുക്കറിയാം, ഈ ദിവസങ്ങളിലാണ് 8ാം തീയതിയൊക്കെയാണ് സഭ ഔദ്യോഗികമായിട്ട് റോസാ മിസ്റ്റിക് മാതാവിന്റെ പ്രത്യക്ഷീകരണം അംഗീകരിച്ചത്. അത് പേറിനകലിലേക്ക് കിട്ടിയത് യഥാർത്ഥ മെസ്സേജുകളാണെന്നും അതെല്ലാം പഠിച്ചു. അപ്പം ഈ കുട്ടികളെയും അതുപോലെ പഠിച്ചതാണ്. അവരുടെ ജീവിതം പഠിച്ചു, അവർക്ക് വന്ന മാറ്റങ്ങൾ പഠിച്ചു. അപ്പം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിടത്തൊക്കെ പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടിയവർക്കൊക്കെ അവരുടെ സ്വഭാവത്തിൽ അടിമുടി മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേക. സഭ ഇന്നും നോക്കിയിട്ടുള്ള കാര്യം അതാണ്. അവരുടെ സ്വഭാവത്തിൽ അവരൊരിക്കലും പ്രശസ്തിക്ക് വേണ്ടി ഓടുന്നത് കണ്ടിട്ടില്ല. ഹ്യൂമിലിറ്റി, ഹംബിൾനെസ്, അത് പരിശുദ്ധ അമ്മയുടെ ആ ഗുണം അവരിലേക്ക് പകരപ്പെടുന്നത് സഭ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഭ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇവർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടന്നിട്ടുണ്ടോ, പ്രശസ്തിക്ക് വേണ്ടി ഓടി നടന്നിട്ടുണ്ടോ? ഇത് അവരൊരു ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. സഭയ്ക്ക് ഏറ്റവും പെട്ടെന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് തന്നെയാണ് ഏറ്റവും പെട്ടെന്ന് അവരിലെ സ്പിരിറ്റിനെ, യഥാർത്ഥ മരിയഭക്തിയാണോ ഇതെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന ഒരു വഴിയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ഗുണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരുന്നത് പരിശുദ്ധ അമ്മയുടെ ശരണമാണ്. അത് നമ്മൾ കാണുന്നത് 19ാം അധ്യായത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം 10ാം അധ്യായത്തിന്റെ 25ാമത്തെ വാക്യത്തിൽ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധമ്മയാണ്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഒരു സമയത്താണ് പരിശുദ്ധമ്മ. സ്വന്തം മകൻ മരിച്ചു, അല്ലെങ്കിൽ ലോകരക്ഷകൻ, പ്രതീക്ഷയോടുകൂടി അവൾ കാത്തിരുന്ന ലോകരക്ഷകൻ മരിച്ചു കിടക്കുന്ന സമയമാണ്. ഇനി അതുപോലെ തന്നെ ഈജിപ്തിലേക്കുള്ള പലായനത്തിന്റെ നിമിഷവും ഏതാണ്ട് ഒരു സമാനമായ അവസരമാണ്. രക്ഷകനാണ് ജനിച്ചതെന്നറിയാം, എങ്കിലും ഈ രക്ഷകനെ കൊണ്ട് ഒളിച്ചോടേണ്ട വരുന്ന അവസ്ഥ. ദൈവപുത്രനാണോ എന്ന് ഒരിക്കൽ സംശയിക്കാവുന്ന ഒരു സമയമാണ് അതൊക്കെ. പക്ഷേ ദൈവിക സന്ദേശങ്ങൾ കേട്ടാൽ പിന്നെ അതിനെ ട്രസ്റ്റ് ചെയ്ത്, അതിനെ വിശ്വസിച്ച് മുന്നോട്ട് ഓടുന്ന പരിശുദ്ധ അമ്മയെയാണ് നമ്മൾ കണ്ടുപിട്ടത്. ഇതിനൊരു ഉദാഹരണം നമുക്കുണ്ട്. മാക്സിമിലിയൻ കോൾബയാണ്. മാക്സിമിലിയൻ കോൾബ തികഞ്ഞ മരിയഭക്തനായിരുന്നു. തികഞ്ഞ മരിയഭക്തനായിരുന്നു മാക്സിമിലിയൻ കോൾബ. മാക്സിമിലിയൻ കോൾബയുടെ ജീവിതത്തിൽ മാക്സിമിലിയൻ കോൾബ മറിയത്തിലൂടെ ഈശോയിലെ ആളുകളെ എത്തിക്കാനായിട്ട് മാക്സിമിലിയൻ കോൾബ പരിശ്രമിക്കുക. അതിനുവേണ്ടി മിലീസിയ ഇൻമാക്കുലാത്ത എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വരെ മാക്സിമിലിയൻ കോൾബ, ഒരു സംഘടന വരെ മാക്സിമിലിയൻ കോൾബ സ്ഥാപിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം നാസീതകളുടെ തടങ്കൽ പാളയത്തിലാവുന്നു, ഔഷ്വിറ്റ്സിൽ അടയ്ക്കപ്പെടുന്നതൊക്കെ. എങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാനായിട്ട് മരണത്തിന്റെ മുഖത്തെ കണ്ടപ്പോഴും
പ്രത്യാശയോടുകൂടി പിടിച്ചു നിൽക്കാനായിട്ട് മാക്സിമിലിയൻ കോൾബയ്ക്ക് സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിന് കാരണം മാക്സിമിലിയൻ കോൾബയില് പരിശുദ്ധ അമ്മയുടെ ഈ ശരണം പകർന്നു എന്നുള്ളതാണ്. ഈ ഈ ജീവൻ കൊടുക്കാനായിട്ട് സാധിക്കുക, ജീവൻ കൊടുക്കാനായിട്ട് സാധിക്കുക, ജീവൻ മറ്റൊരാൾക്ക് വേണ്ടി. നമുക്കറിയാം മാക്സിമിലിയൻ കോൾബയുടെ ചരിത്രമൊക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ സമയം കളയേണ്ട കാര്യമില്ല. മാക്സിമിലിയൻ കോൾബ മറ്റൊരു തടവുകാരന് വേണ്ടി അവന്റെ പ്രാരാബ്ദം കണ്ടപ്പോൾ അവന് വേണ്ടി സഹനം ഏറ്റെടുക്കുകയാണ്, ആ മരണം ഏറ്റെടുക്കുകയാണ്, ജീവൻ കൊടുക്കുകയാണ്. സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നവർക്ക് വലിയ സ്നേഹമില്ല എന്ന ഈശോയുടെ വാക്കുകൾ തന്നെയാണ് മാക്സിമിലിയൻ കോൾബയും എടുത്തത്. എങ്ങനെ മാക്സിമിലിയൻ കോൾബയ്ക്ക് ഇത് സാധിച്ചു എന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മയോടുള്ള ആഴമേറിയ ഭക്തിയാണ്. ഈശോയെ അനുകരിക്കാനായിട്ടാണ് പരിശുദ്ധ അമ്മ ഈ മാക്സിമിലിയൻ കോൾബയെ സഹായിച്ചത്. ഇതുപോലെ തന്നെയാണ് സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയിലേക്ക് അടുക്കുന്ന ഒരാളും സഭയോട് ചേർന്ന് നിന്ന് പരിശുദ്ധ, അതാണ് ശരി, സഭയോട് ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മയോട് അടുക്കുന്ന ഒരാളും വഴിതെറ്റി പോകാനായിട്ട് അമ്മ സമ്മതിക്കൽ. അപ്പൊ അതുകൊണ്ട് സഭയെ മുറുകെ പിടിക്കുക, പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വീണ്ടും നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മൾ പരിശുദ്ധ അമ്മയെ വീണ്ടും അടുത്തൊരു ഗുണത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സെൽഫ്ലെസ് സർവീസ് ആണ്. അതായത് സ്വയം മറന്നുള്ള ഒരു അമ്മയുടെ പരസ്നേഹ പ്രവർത്തികൾ, സ്വയം മറന്നാണ് പോകുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാനായിട്ട് സാധിക്കും. അതായത് ഈ റോയ് പാലാട്ടേസിനൊക്കെ ഞങ്ങൾ ധ്യാനിപ്പിച്ചപ്പം അച്ഛൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കണം. ആ വാക്ക് നല്ലൊരു വാക്കാണ്. പരിശുദ്ധ അമ്മയ്ക്ക് എലിസബത്ത് ഗർഭവതിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇരിക്കപ്പുറത്ത് ഇല്ലാത്തൊരവസ്ഥ. അതാണ് ശരിക്കും അതിന്റെ ഒരു വാക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അവൾക്ക് എലിസബത്തിനെ കാണാതിരിക്കാൻ പറ്റില്ല, അവൾക്ക് എലിസബത്തിനെ തേടി പോകാതിരിക്കാൻ പറ്റില്ല. ആ യൂദയായിലെ മലഞ്ചെരിവുകളിലൂടെ മലമ്പ്രദേശത്തേക്ക് അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ്. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശ പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. തിടുക്കത്തിൽ. ആ വാക്കിന് മറ്റൊരു വാക്കി പറഞ്ഞാല് അവൾക്ക് ഇരിക്കാൻ പറ്റണില്ല. അവൾക്ക് അങ്ങനെ അയ്യോ ഞാനും പ്രഗ്നന്റ് ആയല്ലോ, ഇല്ലെങ്കിൽ ഞാൻ കർത്താവിന്റെ അമ്മയാകാൻ പോവാണല്ലോ, ഇല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്താൽ ശരിയാവുള്ളൂ, ഈ ചിന്തകളൊന്നുമില്ല. സ്വന്തം കുറവുകളൊക്കെ മറന്നിട്ട് പരിശുദ്ധ അമ്മ യാത്രയാവുകയാണ് മറ്റൊരാളെ സന്തോഷിപ്പിക്കാനായിട്ട്, ആശ്വസിപ്പിക്കാൻ, അല്ലെങ്കിൽ അവളെ സഹായിക്കാനായിട്ട്. അങ്ങനെ അവൾ പിന്നെ നമ്മൾ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ കാണുന്നുണ്ട്, മറിയം അവളോട് കൂടെ 3 മാസത്തോളം താമസിച്ചു. അതായത് 6 മാസം എത്തിയ എലിസബത്തിനെ തേടി പരിശുദ്ധ അമ്മ ആദ്യത്തെ 3 മാസങ്ങൾ, നമ്മുടെ അമ്മമാരൊക്കെ നമുക്കറിയാലോ, അവര് യാത്ര ചെയ്യാറില്ലാത്ത മാസങ്ങളാണ് ഈ ആദ്യത്തെ 3 മാസം. പക്ഷെ മറിയം യാത്രയാവുകയാണ് മറ്റുള്ളവരെ തേടി. സ്വന്തം കുറവുകളെ കുറിച്ചോ ഇല്ലെങ്കിൽ അസുഖങ്ങളെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ മറ്റുള്ളവർക്കായിട്ടുള്ള ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു യാത്ര നമുക്ക് കാണാനായിട്ട്. ഇതിന് നമുക്ക് ഉദാഹരണമുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഈ സർവീസ് മൈൻഡാണ്, ഈ ഒരു ചിന്തയിൽ നിന്ന് ഇൻസ്പിറേഷൻ സ്വീകരിച്ചാണ് ശരിക്കും മദർ തെരേസ ഭാരതത്തിൽ വന്ന് നമ്മുടെ ചാരിറ്റി എന്ന കോൺഗ്രിഗേഷൻ സ്ഥാപിക്കുന്നതും പാവപ്പെട്ടവർക്ക് വേണ്ടി, പോറസ്റ്റ് ഓഫ് ദ പുവർ, പാവപ്പെട്ടവരിലും പാവപ്പെട്ടവരെ തേടി മദർ തെരേസ ഇറങ്ങുന്നത് ഈ ഒരു വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ്. എലിസബത്തിനെ തേടി പോകുന്ന പരിശുദ്ധ അമ്മയെ കണ്ടിട്ടാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധമ്മയെ കണ്ടുമുട്ടിയവരിലൊക്കെ ഈ ഗുണങ്ങൾ പകർന്നിട്ടുണ്ട്. പരിശുദ്ധമ്മയുടെ ഏതെങ്കിലുമൊക്കെ ഗുണങ്ങൾ അവരുടെ ജീവിതത്തെ അടിമൂടി മാറ്റിമറിച്ചിട്ടുണ്ട്. ഈ ജോസഫ് കൊത്തലോങ്കോ എന്ന് പറയുന്ന ഒരു വലിയ വിശുദ്ധനുണ്ട്. ആ വലിയ വിശുദ്ധൻ ബൈബിൾ വർഷിപ്പുകാരനായിരുന്നു, പിശാചിന്റെ പുരോഹിതനായിരുന്നു, പിശാചിനെ ആരാധിക്കുന്ന പിശാചിന്റെ പുരോഹിതനായിരുന്നു. അങ്ങനെ ഒരാളാണ് പരിശുദ്ധ അമ്മയുടെ ഒറ്റ ദർശനം. അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്ത് നിങ്ങൾ പരിശോധിച്ച് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധം ഒരു രാത്രിയിൽ അവന് പ്രത്യക്ഷപ്പെട്ടു. അവന്റെ ജീവിതം അന്ന് അടിമുടി മാറി. പിന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് അവൻ തുടങ്ങി. അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഡബിൾ വർഷിപ്പ് ഉപേക്ഷിച്ചു എന്നുള്ളതല്ല, അവൻ വിശുദ്ധനായിട്ട് സഭയിൽ നിന്ന് പ്രഖ്യാപിക്കപ്പെട്ട സഭ വണങ്ങുന്ന വിശുദ്ധനാണ്. അങ്ങനെ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചു. അങ്ങനെ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട് പുത്തലങ്കോട്ടെ കോൺഗ്രിഗേഷൻ. പാവപ്പെട്ടവരെ, മന്ദബുദ്ധികളായിട്ടുള്ള കുട്ടികളെയൊക്കെ, വയ്യാത്ത കുട്ടികളെയൊക്കെ ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്? പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കൂടുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കാം. നമുക്ക് പേഷ്യൻസ് കിട്ടുന്നുണ്ടോ? നമ്മൾ പരിശോധിച്ച് നോക്കേണ്ട കാര്യം. നമുക്ക് പേഷ്യൻസ്, നമ്മുടെ ദേഷ്യം കുറയുന്നുണ്ടോ?
ഇത് നമുക്ക് മറ്റുള്ളവരുടെ ഇടപെടലുകളിൽ, അതായത് ഈ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ, നമ്മൾ വേറെ ഒരുപാട് ദൂരങ്ങളിലേക്ക് പോകണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ സർവീസ് മീറ്റ് എന്താണ്, നമ്മുടെ ജീവിത പങ്കാളിയോടുള്ള നിലപാട് എന്താണ്, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന്റെ നിലപാട് എന്താണ്, എന്തെങ്കിലും പ്രതീക്ഷിച്ചാണ് നമ്മൾ ചെയ്യുന്നത്, അവരിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്, മക്കളെ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ, മക്കളെ വളർത്തുമ്പോൾ തന്നെ അവര് കർത്താവിൻ്റെതായി തീരണമെന്നില്ല, കർത്താവിലേക്ക് എത്തണം എന്നാണ് ചിന്തിക്കുന്നത്, അതോ ഇവര് വളർന്നു വലുതായി നമ്മളെ ശുശ്രൂഷിക്കണം എന്ന് തന്നെയാണോ? നമ്മുടെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കണം. അതോ ഇവൻ സമൂഹത്തിന് തന്നെ തീരണം, അതോ നമ്മുടെ ഒരു പേരിന് വേണ്ടിയിട്ടാണോ? നമ്മൾ പരിശോധിച്ച് നോക്കേണ്ട ഒരു കാര്യങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സെൽഫ്ലെസ് സർവീസ് എന്ന് പറയുന്നത് ഈ സ്വയം ത്യജിച്ചുള്ള പരിത്യാഗത്തോടെയുള്ള ഒരു സ്നേഹം, നമുക്ക് പരസ്നേഹം നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. ഇനി പരിശുദ്ധ അമ്മയുടെ വലിയൊരു പ്രത്യേകതയാണ് നമ്മൾ കാണുന്നതാണ് കാനായില് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനുള്ളത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ കുറിച്ച് പറയുന്നത് തന്നെ സ്വർഗം നിഷേധിക്കാത്ത മാധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മയുടെ എന്നുള്ളതാണ് ആത്മീയപിതാക്കന്മാര് പറയുന്നത്. കാരണം പിതാവായ ദൈവത്തിന്റെ പ്രിയപ്പെട്ട പുത്രിയാണ്, പുത്രനായ ഈശോയുടെ മാതാവാണ്, പരിശുദ്ധ അമ്മയുടെ മണവാട്ടിയാണ്. തൃത്വിക ദൈവത്തിന് പരിശുദ്ധ അമ്മ ഒരു കാര്യം പറഞ്ഞാൽ അത് നിരസിക്കാനായിട്ട് ആവുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് ഈ കാര്യത്തില് മറ്റുള്ളവർക്ക് വേണ്ടി ഇന്റർസെഷൻ വഹിക്കാനായിട്ട്, മറ്റുള്ളവരെ ഈ ഇന്റർസെഷൻ വഹിക്കുന്നു മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ദൈവിക സാന്നിധ്യം കൊണ്ടുവരാനായിട്ട് പരിശുദ്ധമ്മ ചെയ്തതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ ആത്മശോധന, ഈ പുണ്യം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ മറന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്? നമ്മുടെ ഇന്റൻഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നു. ഞാൻ ഒരിക്കലും ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, അവളുടെ ഒരു നേട്ടത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ ചിന്തിക്കാമെങ്കിൽ പോലും അവൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾക്ക് ജോലി ഇല്ലായിരുന്നു. അപ്പൊ അവൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളുടെ ബാച്ചിൽ തന്നെ പഠിച്ച ജോലിയില്ലാത്ത 10 പേരുടെ പേര് എഴുതി. എന്നിട്ട് 11ാമത്തെ പേരായിട്ട് ഇവളുടെയും പേര് എഴുതി. അങ്ങനെയാണെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്, കുറെ നാളുകൾക്ക് മുമ്പാണ്. അപ്പൊ എന്നിട്ട് ഇവിടെ 10 പേർക്ക് വേണ്ടി, 11 പേർക്ക് വേണ്ടി, 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പോകുമ്പോൾ ഇനി 10 പേർക്ക് ജോലി കിട്ടി കഴിഞ്ഞ് വീണ്ടും ഒരാളുടെ പേര് എഴുതി, ഇനി ആരെങ്കിലും ജോലി കിട്ടാത്ത. അങ്ങനെ ഇവള് എഴുതി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്കും ജോലി കിട്ടി. നല്ലൊരു ജോലി കിട്ടി, നല്ലൊരു സ്ഥാപനത്തില്, സഭയുടെ തന്നെ ഒരു സ്ഥാപനത്തിൽ നല്ലൊരു എഞ്ചിനീയർ. അപ്പം പ്രാക്ടീസിൽ നമുക്കറിയാം എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ എഞ്ചിനീയർ ആയിരിക്കുമ്പോൾ പ്രാക്ടീസ് ഇല്ലാത്തവരൊന്നും ആരും എടുക്കുകയല്ലോ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ. എക്സ്പീരിയൻസ് ഫ്രഷ് ആളാണ്, പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയതുള്ളൂ. അപ്പൊ ജോലി കിട്ടുന്ന വലിയ പാടാണ്. ഇവള് ചെയ്തൊരു കാര്യം വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവളും ഒരു ജോലിയിലേക്ക് എത്തി. അപ്പൊ ഇത് മറ്റു ജോലി കിട്ടാൻ വേണ്ടി ചെയ്തതാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ ആ ഒരു ലെവലിലേക്കെങ്കിലും നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ സങ്കടങ്ങൾ മാത്രമാണ് എന്നും അമ്മയുടെ മുമ്പിൽ നമുക്ക് ഉണർത്തിക്കാനുള്ളത്, ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഉണർത്തിക്കാനുള്ളത്. നമുക്കൊന്ന് പരിശോധിക്കാം. ലൂയി ഡി മോൺഫോർട്ടും ഈ ഒരു കാര്യത്തെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിനെ കുറിച്ച് ലൂയി ഡി മോൺഫോർട്ടും നമ്മുടെ കോൺസെക്രേഷൻ വഴിയായിട്ട്, പരിശുദ്ധ നമ്മുടെ വിമല ഹൃദയ പ്രതിഷ്ഠ വഴിയായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. വിമല ഹൃദയ പ്രതിഷ്ഠ വഴി ലൂയി ഡി മോൺഫോർട്ട് ഇത് തന്നെയാണ് ചെയ്തത്. നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച്, ലൂയി ഡി മോൺഫോർട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞതാണ്, പരിശുദ്ധ അമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണം. അതാണ് ശരിക്കും വിമല ഹൃദയ പ്രതിഷ്ഠയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും നമ്മൾ പരിശുദ്ധ അമ്മയുടേതായിട്ട് മാറുന്നു. അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മാറി നമ്മൾ പരിശുദ്ധ അമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറുന്നു. ഇതാണ് ശരിക്കും വിമല ഹൃദയ പ്രതിഷ്ഠയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്രതിഷ്ഠിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ അടിമയായിട്ട് മാറുന്നു. നമ്മുടെ ഇഷ്ടങ്ങളില്ല, പിന്നെ നമുക്ക് ഉടമയായ പരിശുദ്ധ അമ്മയുടെ ഇഷ്ടങ്ങൾ. പരിശുദ്ധ അമ്മയ്ക്ക് ഒരാൾ അടിമയായാൽ അവൻ ഈശോയ്ക്ക് അടിമയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് സ്വന്തമായ ഇഷ്ടങ്ങളില്ല, എല്ലാം ദൈവത്തിന് ആമേൻ പറഞ്ഞവളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ അടിമ എന്ന് പറയുമ്പോൾ അതിനെ മോശമായിട്ട് കാണേണ്ടതില്ല. അപ്പൊ അങ്ങനെ ഒരാൾ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഇഷ്ടങ്ങള് സ്വന്തം ഇഷ്ടങ്ങളും, അപ്പൊ പരിശുദ്ധ അമ്മയെ പോലെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ ഇഷ്ടങ്ങൾക്ക്, നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മ നമുക്ക് പിന്നീട് കാണുന്ന, അവസാനമായിട്ട് നമുക്ക് അതുകൊണ്ട് ചിന്തിച്ച് അവസാനിപ്പിക്കാം. പരിശുദ്ധ അമ്മയിലെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 19ാമത്തെ വാക്യം നമ്മൾ കാണുന്നുണ്ട്. 19ാമത്തെ വാക്യത്തില് അവള് ഹൃദയത്തിൽ, മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ദൂതന്മാര്, ആട്ടിടയന്മാരുടെ സന്ദർശന ഭാഗങ്ങളൊക്കെയാണ്. ദൂതന്മാർ അവരെ വിട്ടു പോയപ്പോൾ ആട്ടിടയന്മാര് വരുന്നു, അവരെ സന്ദർശിക്കുന്നു. അപ്പൊ
ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതെല്ലാം കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. വീണ്ടും 51-ാമത്തെ വാക്യം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ കാണും. ശെമയോന് മറിയത്തോട് പറയുകയാണ്, ഇവൻ അനേകർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകും, ജെറുസലേമിൽ ഇവൻ ഒരു സംസാര വിഷയമായിരിക്കും, അവൻ അവരോട് അതിനുശേഷം കാണുകയാണ്, അല്ലെ, ബാലന യേശുവിന്റെ സമയത്താണ്. ബാലന യേശുവിന്റെ 51-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈശോ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോകുന്നതാണ്. അപ്പൊ ഈശോ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മ അവനോടൊന്നും പറയാതെ അവനെയും കൂട്ടി പോരുകയാണ്. വീണ്ടും ഈ വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നത്, അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇനി ഈ എല്ലാ ഇടങ്ങളിലും ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കുമെന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ. നമുക്ക് ഈ ഒരു മെഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ പേപ്പസിയില് പാപ്പ ആയിട്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രസംഗങ്ങള് എല്ലാം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ടത് പരിശുദ്ധ അമ്മയുടെ ഈ ഡീപ് മെഡിറ്റേഷനാണ്. എല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിലാണേലും നമുക്ക് ഇതുപോലെ പല അനുഭവങ്ങളുണ്ടാവും. എത്ര പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളുണ്ടാവും, ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളുണ്ടാവാം. ഇനി ചിലതൊക്കെ നടക്കേണ്ട കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മാറിപ്പോകാത്ത, ചില നമ്മുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും, സ്വഭാവത്തിന്റെ ചില വൈകല്യങ്ങളായിരിക്കും. ഇത് മാറിപ്പോകണം നമുക്ക് അതിയായ ആഗ്രഹമുണ്ട്. അത് ഉള്ളതും നന്മയായിരിക്കും. ചിലപ്പോൾ ചില തിന്മകൾ തന്നെയായിരിക്കും. അത് മാറിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ ചില മുള്ളുകൾ, ഇപ്പൊ പൗലോസ്ലീഹ പറയുന്ന പോലെ ചില മുള്ളുകളാണ്. ഇത് മാറണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ ഇത് മാറിപ്പോകുന്നില്ല. നമ്മൾ വളരെയേറെ ഇറിറ്റേറ്റഡും അസ്വസ്ഥപ്പെടുകയും ഒക്കെ ചെയ്തേക്കാം. ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലും നമുക്ക് ഒരൊറ്റ വഴിയെ പരിശുദ്ധ അമ്മ നമുക്ക് മുമ്പിൽ നല്ലൊരു വഴി കാണിച്ചു തരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ, മെഡിറ്റേറ്റ് ചെയ്യാൻ, ധ്യാനിക്കുക, ദൈവത്തിന്റെ തിരുമുമ്പിൽ ആമേൻ പറയുക. ഈ വഴിയിലൂടെ സഞ്ചരിച്ചാലാണ് നമുക്ക് ഇതിനൊരു ഉത്തരം കിട്ടുക. കാരണം ആ ഒരു മുള്ള് നമുക്ക് അനുവദിച്ചിരിക്കുന്നതായിരിക്കാം. ആ മുള്ളിനെ സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയെ പോലെ നമുക്ക് ആവണം. എന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കും എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഈശോ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിൽ അത് സ്വീകരിക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. ഇനി നമ്മൾ ആ തുടക്ക ഭാഗത്തില് നമ്മൾ കണ്ടു, പരിശുദ്ധ അമ്മ മാലാഖ പറഞ്ഞത് എല്ലാം അവൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചാല് അന്ന് വരെ കേട്ടിട്ടില്ല. നമ്മളാണെങ്കിൽ മറിയത്തിന്റെ കാര്യമെങ്കിലും കേട്ടിട്ടുണ്ട്, പക്ഷെ പരിശുദ്ധ അമ്മ അതുപോലും കേട്ടിട്ടില്ല. ഇന്ന് വരെ അങ്ങനെ ഒരാൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചതൊന്നും പരിശുദ്ധ അമ്മ കേട്ടിട്ടില്ല. പക്ഷെ പരിശുദ്ധ അമ്മ എന്നിട്ടും അതിന് ആമേൻ പറഞ്ഞു. അപ്പൊ ഈ അമ്മയുടെ ഒരു കണ്ടംപ്ലേഷൻ, ആ ഒരു പ്രയർ നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ ഇനിയും ഒരുപാട് ഗുണങ്ങൾ പരിശുദ്ധ അമ്മയിലെ പുണ്യങ്ങൾ പരിശുദ്ധ അമ്മയില് കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്ക് ഈ പുണ്യങ്ങളെ നമുക്ക് ഒന്ന് ആഗ്രഹിക്കാം. അമ്മയിൽ വളർന്ന ഈ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പകർന്നു കിട്ടണം. ഇത്തിരി കൂടി ഒന്ന് നന്നായിട്ട് ജീവിക്കണം. എല്ലാം ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും കുറച്ചുകൂടി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം കിട്ടിയിട്ട് ഇനി ആ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടൂ എന്ന് നമ്മൾ ചിന്തിക്കണ്ട. മാക്സിമിലിയൻ കോൾബയ്ക്ക്, ബർണദീത്തയ്ക്ക് ശരിയാണ്, ഫാത്തിമയിലെ കുട്ടികൾക്ക് ശരിയാണ്, പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം കിട്ടി. പക്ഷെ മാക്സിമിലിയൻ കോൾബ വിശുദ്ധനാകുമ്പോൾ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം കിട്ടിയിട്ടില്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്കും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം കിട്ടിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇനി നമ്മൾ കേട്ട മദർ തെരേസയ്ക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം ലഭിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ അവർ പരിശുദ്ധ അമ്മയെ അനുകരിച്ചു. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയെ അനുകരിക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ അമ്മയുടെ വിളങ്ങിയിരുന്ന ശരണം, ഒരു അന്ധമായ ശരണം, പൂർണ്ണമായ ശരണം ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോ രണ്ടുപേരെ വെച്ച് ശിഷ്യന്മാരെ അയക്കുന്ന മൊമെന്റ് ഉണ്ട്. അവിടെയും ഈശോ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ വടിയെടുത്തോളുക, ചെരുപ്പ് ധരിക്കാം, പക്ഷെ രണ്ടുടുപ്പുണ്ടാവരുത്, പൈസ ഉണ്ടാവരുത്, ഏത് വീട്ടിൽ പ്രവേശിക്കുന്ന അവിടെ താമസിക്കുക. അതായത് ഈശോ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ള അവരെ അയക്കുമ്പോൾ ഇവർക്ക് പ്രോവിഡൻസ്, ദൈവത്തിന്റെ പരിപാലനം എന്താണെന്ന് മനസ്സിലാക്കണം. പൈസ എടുക്കാതെ പോകണമെന്ന് പറയുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത് ഇവർ ദൈവപരിപാലനയില് സമ്പത്തിൽ ആശ്രയിച്ച് പോകരുത്, മറ്റുള്ള ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ഇവർ മുന്നോട്ട് പോകണം എന്നുള്ള ലാറ്റിൻ കുർബാനയിൽ ഇന്ന് വായിക്കേണ്ട സുശേഷഭാഗ ആധാരം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില്
നമുക്ക് ദൈവത്തില് ശരണം ഉണ്ടാവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയെ പോലെ തിക്കപ്രതി ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങി. ഞാൻ അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. എനിക്കൊന്നും സാധിക്കാത്ത കാര്യമാണ്. നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് പോകാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ചിലരുണ്ട്. എത്ര പരീക്ഷയുടെ സമയത്തും ഞങ്ങളൊക്കെ പഠനത്തിന്റെ ഒരു മേഖലയിൽ കടന്നു പോകുന്നവരാണ്. അപ്പം എത്ര പരീക്ഷയുടെ സമയം എന്ന് പറഞ്ഞാലും മറ്റൊരാളൊരു സഹായം ചോദിച്ചാൽ പഠനമൊക്കെ വേണ്ടെന്ന് വെച്ചാൽ സഹായം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു സ്പിരിറ്റ് നമുക്ക് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ വേദനിക്കുന്ന ഒരാളെ സഹായിക്കാനായിട്ട്, ആശ്വസിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുക നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മുടെ ഇഷ്ടങ്ങളൊന്ന് മാറ്റിവെച്ച്, നമ്മുടെ ചില സൗകര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച്, അസൗകര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച്, സന്തോഷങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഇറങ്ങി പുറപ്പെടാൻ അമ്മയെ പോലെ നമുക്ക് സാധിക്കും. പരിശുദ്ധ അമ്മയെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ നിയോഗങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ നമുക്ക് പറ്റും. നമുക്ക് പരിശോധിക്കാം.